സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം അവസാനിപ്പിക്കുന്നു. ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് സമര വിജയമെന്നാണ് സമരസമിതി അവകാശപ്പെടുന്നത്. ഓണറേറിയം 21,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരം ജില്ലാ തലങ്ങളിൽ തുടരാനാണ് തീരുമാനം. സമരകേന്ദ്രം ഇവിടെ തലസ്ഥാനത്തായിരുന്നു. ആ സമരത്തിന്റെ രൂപമാണ് നാളെ നമ്മൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞത്. ജില്ലാ തലങ്ങളിൽ ഇത്തരത്തിലുള്ള സമരകേന്ദ്രങ്ങളൊന്നും തന്നെ നിലവിൽ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും വളരെ വലിയൊരു വിജയം തന്നെയാണ്. കാരണം 1 രൂപ പോലും വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് ഈ ഗവൺമെന്റ് 1 രൂപ പോലും നൽകില്ല എന്ന് പറഞ്ഞെടുത്ത് ഈ ഗവൺമെന്റിനെ കൊണ്ട് തന്നെ ഒരു വർധനവ് വരുത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും സമരത്തിന്റെ വലിയൊരു വിജയം തന്നെയാണ്. ആ വിജയം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, ഈ ആശമാരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ച സമയത്ത് ഏറ്റവും ആദ്യത്തെ അവരുടെ പ്രതികരണം വളരെ തുച്ഛമായ ഒരു വർധന മാത്രമാണിത്, പ്രതിദിനം 33 രൂപ വർദ്ധിപ്പിക്കാനായിട്ടല്ല ഞങ്ങൾ ഈ സമരം ചെയ്തത് എന്നതായിരുന്നു. അവരുടെ നിസ്സഹായ അവസ്ഥ നമുക്ക് മനസ്സിലാവും. 265 ദിവസമൊക്കെ ഒരു സമരം കൊണ്ടുപോവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഹിമാലയൻ കാര്യമാണ്. പക്ഷേ ഇപ്പോൾ പിന്മാറുമ്പോൾ അതൊരു വിജയമെന്ന് അവരെങ്ങനെയാണ് അവകാശപ്പെടുന്നത്? അസാധാരണമായ സമരം തന്നെയായിരുന്നു ആശമാരുടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന രാപകൽ സമരം. ആദ്യം അവർ മാത്രമായിരുന്നു, 5-6 ആശമാർ മാത്രമായിരുന്നു സമരരംഗത്ത്. പിന്നീട് പല സ്ഥലങ്ങളിൽ നിന്ന്, ജില്ലകളിൽ നിന്ന് ആശമാർ ഈ സമരത്തിന് പിന്തുണയുമായി എത്തി. പൊതുജനം അവർ സമരം ഏറ്റെടുത്തു. അതോടുകൂടിയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ളവർ ആ സമരത്തിന് പിന്തുണയുമായി എത്തിയത്. പിന്നീട് അത് ജനകീയ സമരമായി മാറി. പല ഘട്ടത്തിലും സമരം കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. പക്ഷേ 260 ദിവസവും ഈ സമരം കൊണ്ടുപോകാൻ ഒരുപക്ഷെ അവർക്ക് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ CPM ഒഴികെയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ ഉണ്ടായി കാണണം. പക്ഷെ അത് ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തോടുള്ള വിമർശനം CPM CI2 കേന്ദ്രങ്ങളൊക്കെ ഉന്നയിച്ചുവെങ്കിലും ജനങ്ങൾ ഏറ്റെടുത്ത ജനകീയ സമരമായി തന്നെയാണ് ആശാസമരം ഇത്രയും ദിവസം ഈ സമരപ്പന്തലിൽ പുരോഗമിച്ചത്. അത് ഒട്ടും എളുപ്പമായിരുന്നില്ല. വലിയ കാരണം കുടുംബമായി ജീവിക്കുന്ന ആളുകളാണ്, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവർ സമരരംഗത്തേക്ക് വരികയായിരുന്നു. കുട്ടികളും ഒക്കെ പല ഘട്ടങ്ങളിലും സമരരംഗത്തേക്ക് വരുന്ന നമ്മൾ കണ്ടതാണ്. പിന്നീടൊരു കുടുംബം പോലെ അവർ ഇവിടെ മാറി. അവരുടെ കാര്യങ്ങളെല്ലാം ഇവിടെയായി. അവർ ഭക്ഷണം പാകം ചെയ്തു. അവരുടെ ഉപജീവനത്തിന് വേണ്ടി തയ്യൽ മെഷീൻ കൊണ്ടുവന്നു. 24 മണിക്കൂർ സമരരംഗത്തിരിക്കുന്നവരാണ്. അവർക്ക് വിനോദോപാധികൾ നമ്മളിവിടെ കണ്ടു. അവർ പുസ്തക വായനയ്ക്ക് വേണ്ടി ഒരു ഷെൽഫ്, ഒരു ലൈബ്രറിക്ക് സമാനമായ ഷെൽഫ് കൊണ്ടുവന്നു. അങ്ങനെ ഒരു പറ്റം സ്ത്രീകളുടെ ജീവിതം മുഴുവൻ ഈ സമര കേന്ദ്രത്തിലേക്ക് മാറി. സെക്രട്ടേറിയറ്റ് സമര കേന്ദ്രത്തിലേക്ക് രാപകൽ സമരമായതുകൊണ്ട് തന്നെ പലപ്പോഴും കൊടുത്ത വേനലായിരുന്നു. ആ വേനൽക്കാലത്ത് അവർ സമരം തുടർന്നു. ശക്തമായ മഴ വന്നു. ആ കാലത്ത് അവർ സമരം തുടർന്നു. സമരപന്തൽ പോലീസ് പലതവണ പൊളിച്ചു മാറ്റി. അതിനുശേഷം പ്രതിപക്ഷമൊക്കെ ഇടപെട്ട ആ പന്തൽ അവർക്ക് നിർമ്മിച്ചു നൽകി. ഏറ്റവും ഒടുവിൽ ക്ലിഫ് ഹൗസിലേക്ക് അവരുടെ മാർച്ച് വലിയ സംഘർഷത്തിലേക്ക് കലാശിച്ചു. ഏതായാലും അവരുടെ പ്രധാന ആവശ്യം എന്നുള്ളത് ഈ 21,000 രൂപയിലേക്ക് വേതനം ഓണറേറിയം ഉയർത്തണമെന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ അത്രയും ആവശ്യം നേടിയെടുക്കാൻ അവർ കഴിഞ്ഞെങ്കിൽ പോലും ഇങ്ങനെ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമല്ല. ഏതാനും സ്ത്രീകൾ തുടങ്ങി വെച്ച ഒരു സമരം, ഒരുപക്ഷെ കേരളത്തിലെ ചരിത്രത്തിന്റെ അത്തരമൊരു സമരം ഈ രീതിയിൽ വിജയിച്ച് പിന്മാറുന്ന അപൂർവമാണ്. സ്വാഭാവികമായി 21,000 രൂപ എത്തിയോ, അങ്ങനെ വിജയിച്ചോ എന്ന ചോദ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും 1000 രൂപ വർദ്ധിപ്പിച്ചത് തന്നെ തങ്ങളുടെ സമരത്തിന്റെ ഫലമാണ്. അതിന്റെ ആ സമരച്ചൂട് സർക്കാർ മനസ്സിലാക്കിയാണെന്ന വിലയിരുത്തലാണ് നടത്തുന്നത്. ഏതായാലും സമരം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഈ സ്ത്രീകൾ ഇനിയും ജില്ലാ കേന്ദ്രങ്ങളിൽ, സെൻട്രൽ കേന്ദ്രങ്ങളിലുമൊക്കെ അവർ സമരവുമായി മുന്നോട്ട് പോകും. ഏതായാലും ഈ സമരം ഒരു വിജയമായി തന്നെ അവർ അവകാശപ്പെടുന്നു. അതിന്റെ സാമ്പത്തിക കണക്കുകൾക്കപ്പുറത്ത് ഒരു പറ്റം സ്ത്രീകൾ ഇറങ്ങിയാൽ ഭരണകൂടത്തെ കാര്യങ്ങൾ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും. ഭരണകൂടത്തിനും കാര്യങ്ങൾ മാറ്റേണ്ടി വരുമെന്ന ഒരു പ്രഖ്യാപനമായി കൂടി, സ്ത്രീകളുടെ ഒരു കരുത്തായി കൂടി സമരം മാറുകയാണ്. 265 ദിവസം, നാളെ 266 ദിവസം റാലിയോടുകൂടി, പ്രതിപക്ഷ അടക്കം പങ്കെടുക്കുന്ന റാലിയോടുകൂടി അവർ ഈ സമര കേന്ദ്രത്തിൽ നിന്ന് പിന്മാറുകയാണ്. സമരരംഗത്ത് നല്ല പിന്മാറ്റം, സമരം തുടരും. അത് മറ്റു തലങ്ങളിൽ, മറ്റു വഴികളിലൂടെ സമരമായി തന്നെ മുന്നോട്ട് പോകും ആശമാർ. അത് അവരുടെ 21,000 എന്ന വേതനം ലഭിക്കുന്നതുവരെ ആ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം. ശരി അരുൺ, ഇപ്പോൾ ഈ സമരസമിതിയെ ഈ 265 ദിവസവും സമരസമിതിയിൽ ഏറ്റവും ശ്രദ്ധേയമായി സാന്നിധ്യമായി നിന്ന, മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒരുപാട് തവണ എത്തി തങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ ശ്രീമതി മിനി നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. മിനി, ഒരു സമരം 265 ദിവസം കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൽ യാതൊരു സംശയവുമില്ല. ഈ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഞങ്ങളൊക്കെയും കഴിഞ്ഞ 265 ദിവസമായി നിങ്ങളെ ആ വഴി കടന്നു പോകുമ്പോൾ കാണുന്നുമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എന്നും ശക്തമായി ഉന്നയിച്ചിരുന്നത് ഞങ്ങൾ സമരം ചെയ്യുന്നത്
വളരെ അഭിമാനത്തോടെ ജീവിക്കാനാണ് 21,000 രൂപയാക്കണമെന്നതാണ് ഞങ്ങളുടെ ആവശ്യം, ഓണറേറിയം എന്നൊരൊറ്റ ആവശ്യത്തിലായിരുന്നു എന്നും നിലനിന്നിരുന്നത്. അതായിട്ടില്ല. അപ്പോൾ പിന്മാറുമ്പോൾ, അല്ലെങ്കിൽ ഈ സമര കേന്ദ്രത്തിൽ നിന്ന് പിന്മാറുമ്പോൾ, സമരത്തിൽ നിന്നല്ല പിന്മാറുന്നതെന്ന് ഞാനും മനസ്സിലാക്കുന്നു, ഈ സമര കേന്ദ്രത്തിൽ നിന്ന്, ഈ സമരത്തിൽ നിന്ന് പിന്മാറുമ്പോൾ എങ്ങനെയാണ് വിജയമാണെന്ന് നിങ്ങളത് അവകാശപ്പെടുന്നത്? ഞങ്ങൾ ഫെബ്രുവരി 10-ന് ആയിരങ്ങളായി ഈ സമരരംഗത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു, ഈ ഗവൺമെന്റ് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് പോലെ ഒരു ദിവസം 700 രൂപ എന്ന് പറയുന്ന മിനിമം കൂലി, പട്ടിണിക്കൂലി അത് നൽകുവാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അത് ഡിമാൻഡ് ചെയ്തുകൊണ്ടുള്ള സമരമാണ് ഞങ്ങൾ ആരംഭിച്ചത്. ഞങ്ങൾ ഈ സമരം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഈ ഗവൺമെന്റ്, അവരുടെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ, വലിയ നേതാക്കന്മാർ ഞങ്ങൾ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്ത് എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, നിങ്ങൾ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി ഇവിടെ വന്ന ആളുകളോട്, പ്രതിപക്ഷ എംപിമാരോട് ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചു. കഴിഞ്ഞ 18 വർഷത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പാർലമെന്റിന്റെ ഇരു സഭകളിലും ആശാവർക്കർമാരുടെ വിഷയങ്ങൾ ഉന്നയിക്കുകയും തുടർന്ന് കഴിഞ്ഞ മാർച്ച് മാസം കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുവാനും 10 വർഷം പൂർത്തിയായ ആശമാർക്ക് 50,000 രൂപ നൽകുമെന്ന ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ 5 വർഷം 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ആശയുടെ കുടുംബത്തിന്, പരിക്ക് പറ്റുകയോ മരണമടയുകയോ ചെയ്യുന്ന ആശമാർക്ക് 2 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം, 3,000 രൂപ പ്രതിമാസ പെൻഷൻ എന്നിവയടക്കമുള്ള ഒരു പദ്ധതിയാണ് അന്ന് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. അത് കേരളത്തിലെ ആശമാർ നടത്തിയ സമരത്തിന്റെ ഭാഗമാണെന്നും അത് രാജ്യത്തെ 10 ലക്ഷം ആശമാർക്ക് പ്രയോജനം ചെയ്യുന്നതാണെന്നും അന്ന് തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. മറ്റൊരു കാര്യം, ഈ സമരമുഖത്ത് വരുമ്പോൾ ഞങ്ങൾ അഭിമുഖീകരിച്ചൊരു പ്രശ്നം, ആശമാരുടെ നിലവിലുണ്ടായിരുന്ന 7,000 ഓണറേറിയം എന്ന് പറയുന്നത് സമരമുഖത്ത് വരുമ്പോൾ 3 മാസത്തെ കുടിശ്ശികയായിരുന്നു. 6-7 മാസം വരുന്ന കുടിശ്ശിക സമരം ചെയ്താണ് ഏതെങ്കിലും ഒരു മാസത്തെങ്കിലും ആശമാർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കുടിശ്ശികയായി വന്ന ആ കുടിശ്ശിക അവസാനിപ്പിക്കുവാൻ ഈ സർക്കാരിന് ഈ സമരത്തിനിടയിൽ നിർബന്ധിതമായി. ആശമാരുടെ ജോലിയെ സംബന്ധിച്ചൊരു വ്യവസ്ഥയില്ലായിരുന്നു. അതൊരു വ്യവസ്ഥപ്പെടുത്തിക്കൊണ്ട് ഓഗസ്റ്റ് 12-ാം തീയതി സംസ്ഥാന സർക്കാരിന് ഉത്തരവിറക്കേണ്ടി വന്നു. ഞങ്ങൾ സമരത്തിന് വരുമ്പോൾ 62 വയസ്സ് പൂർത്തിയാകുന്ന ആശാവർക്കറെ 1 രൂപ പോലും വിരമിക്കൽ ആനുകൂല്യമില്ലാതെ പിരിച്ചുവിടാനുള്ള ഉത്തരവുണ്ടായിരുന്നു. ഞങ്ങൾ ആ ഉത്തരവ് ഈ സമരത്തിനിടയിൽ പിൻവലിച്ചു. ഇന്ന് കേരളത്തിലൊരു ആശയും അത് എത്ര വയസ്സെന്ന് പറഞ്ഞാലും പിരിച്ചുവിടാൻ പറ്റില്ല. ഇനി ഒരു വിരമിക്കൽ ആനുകൂല്യം സംസ്ഥാന സർക്കാരിന് പ്രഖ്യാപിക്കാതെ കേരളത്തിലെ ഒരാശയും പിരിച്ചുവിടാൻ പറ്റില്ല. 7,000 രൂപയ്ക്ക് ഓണറേറിയത്തിന് മാനദണ്ഡമുണ്ടായിരുന്നു. അത് കേരളത്തിലെ ഇന്ന് പ്രബലമെന്നറിയപ്പെടുന്ന CITU 2018 ആവശ്യപ്പെട്ടതനുസരിച്ച് സംസ്ഥാന സർക്കാർ കൂലി വാങ്ങിക്കുവാൻ നിബന്ധന ഏർപ്പെടുത്തി, 10 നിബന്ധന. ആ നിബന്ധനയെ ഞങ്ങൾ ഈ സമരമുഖത്ത് നിന്ന് പിൻവലിപ്പിച്ചു. ഇങ്ങനെ ഒരു ആശാവർക്കറുടെ ജീവിതത്തെ സംബന്ധിച്ച്, ജോലിയെ സംബന്ധിച്ച്, സേവനത്തെ സംബന്ധിച്ച്, വേതനത്തെ സംബന്ധിച്ചുണ്ടായിരുന്ന ധാരാളം പ്രതിസന്ധികൾ ഞങ്ങൾ ഈ സമരമുഖത്തിരുന്ന് 8.5 മാസം കൊണ്ട് ഞങ്ങൾ അത് പിന്നിട്ട് വിജയം വരിച്ചിരിക്കുന്നു.